സംഘപരിവാരത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് അറിയണം, ഇതിനെല്ലാം എത്രയോ മുൻപ് 2016 സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. 2016 പിറന്നു വീണയാളല്ല പിണറായി. അതിനും എത്രയോ ആണ്ടുകൾക്ക് മുൻപ് ഈ ഭരണകൂട സംവിധാനം തുറങ്കിലടച്ചിരിക്കുന്നു, മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുന്നു, ഇഞ്ചോടിഞ്ചും ചതച്ച് കൊല്ലാൻ നോക്കിയിരിക്കുന്നു. അതെല്ലാം അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമായുള്ളതാണ്. അതിനു പുറമെ പിണറായിയെ കൊല്ലാൻ എത്രയോ തവണ സംഘപരിവാരം ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വധശ്രമം നടത്തിയപ്പോഴാണ് സഖാവ് ഇ പിയെ തീവണ്ടിയിൽ വെച്ച് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. വെടിയുണ്ടകളും കൽത്തുറങ്കുകളും നേരിട്ടാണ് ലോകത്തെല്ലായിടത്തും എന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലും ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുൻപോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭരണമാറ്റത്തിന്റെ കൂടി അന്തരീക്ഷമുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഇഡിക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ വിശ്വസ്തരായ സേവകന്മാരായിട്ടാണ് കുറച്ചായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം ഇവിടെ സഖാവ് രാജീവ് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടിച്ചത് മനീഷ് സിസോദിയയായിരുന്നു. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഡൽഹിയിൽ പരാതിക്കാരുടെ റോളായിരുന്നു കോൺഗ്രസിന്. മനീഷ് സിസോദിയയ്ക്ക് പുറകെ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു തുറങ്കിലടച്ചു. ഒടുവിൽ ആ കേസ് എന്തായി എന്ന് നമ്മൾ കണ്ടു. സംഘപരിവാരം BJP കേന്ദ്ര ഭരണകൂടം ഇഡിയെ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഉയരുന്ന ദൃഢമായ രാഷ്ട്രീയ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചപ്പോ മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും തുറങ്കിലടക്കപ്പെട്ടു. അന്ന് പരാതിക്കാരുടെ വേഷമണിഞ്ഞ് സംഘപരിവാരത്തിന്റെ വിനീത വിധേയരായ ഭൃത്യരായി അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസ് ഇപ്പോ കേരളത്തിലും സംഘപരിവാരത്തിന്റെ ഇഡിയുടെ കൂട്ടിക്കൊടുപ്പുകാരായി മാറിയിരിക്കുകയാണ്. ആ ഇഡിയുടെ അപഹാസ്യമായ രാഷ്ട്രീയ നാടകമാണ് ഇവിടെ ഇന്ന് പറഞ്ഞതുപോലെ റെയ്ഡിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ ഏത് അന്വേഷണത്തെയും നേരിടാനുള്ള ചങ്കൂറ്റം CPIM-നുണ്ട്, പിണറായിക്കുണ്ട്. അതിനെയെല്ലാം നിയമപരമായി നേരിടും. എന്നാൽ ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ റെയ്ഡിനെ ഉപയോഗപ്പെടുത്തി മുൻപോട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടും. രാഷ്ട്രീയമായി നേരിടുകയെന്നാൽ ഓരോ തെരുവിലും ഇഡിയുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ പിന്തുണ, സംഘപരിവാരത്തിന്റെ അധമ രാഷ്ട്രീയം തുറന്നു കാണിക്കും. ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ ഈ വേട്ടയാടലുകളെ എല്ലാം നേരിടും. അതിന്റെ തുടക്കമാണെന്ന് ആ തുടക്കത്തിൽ ഈ എറണാകുളത്ത് അണിനിരന്നിട്ടുള്ള എല്ലാ സഖാക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. വരും നാളുകളിൽ തുടർ സമരങ്ങളിൽ വർദ്ധിത വീര്യരായി നമുക്ക് മുൻപോട്ട് പോകാം. ഈ രാഷ്ട്രീയ ഗൂഢാലോചനകളെ ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.